അപ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ചെറുപ്പം മുതലേ ഒന്നും വീട്ടിൽ മൂത്ത കുട്ടിയാണ്, എല്ലാവരുടെയും ഒരു ഓമനത്വമുള്ള കുട്ടിയായിരുന്നു. എന്റെ പൊന്നെ എൻ്റെ മക്കള് ആർദ്രയും ആർച്ചയും അന്ന് മുതൽ ഇതിൻ്റെ കല്യാണശമ്മൽ ഇന്ന് വരെ ഇവർ ഈ ഫോക്കസ് ചെയ്തിരുന്നത് ഈ വെഡ്ഡിങ്ങും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ, അങ്ങനെയുള്ള പല 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 പ്ലാനിങ് എല്ലാം ഞങ്ങൾ 4 പേരും ഡിസ്കസ് ചെയ്തു. അപ്പുവിൻ്റെ കല്യാണം ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കല്യാണമായിരുന്നു. പക്ഷെ വന്നത് ഭയങ്കര പെട്ടെന്നായിരുന്നു. പക്ഷെ അപ്പുവിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണലായി പോകും. കല്യാണത്തിനെ പറ്റി അപ്പു എപ്പോഴും എന്നോട് ചോദിക്കും സങ്കടമുണ്ടോ എന്ന്. അപ്പു ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷെ അത് പറഞ്ഞത് ഇമോഷണലാണ്. ഞാൻ ചോദിച്ചു ഗോകുൽ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് അങ്ങ് ചെയ്യുമായിരുന്നു. पावन स्तुति पात्र पावन चरित्र, पावन स्तुति पात्र पावन चरित्र, रवि सोमवर नेत्र रमणीय गात्र, पावन स्तुति पात्र